ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്നുണ്ട്. നമുക്ക് മുരളി ഗോപിയുടെ ഒരു ബൈറ്റ് ഇവിടെ ഞാൻ പ്ലേ ചെയ്യും. രാജ്യത്ത് ഒരുപാട് പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുന്ന കാലമാണ്. ഇപ്പോൾ കമാര സംഭവത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് പോലും വിമർശിക്കപ്പെടുകയും കോർണർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കെ സിനിമകളിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് എത്രത്തോളം റിസ്ക് ഉള്ള കാര്യമാണ്? എങ്ങനെയാണ് ഒരു ആർട്ട് വർക്കിനെ കാണുന്നത്? ഡെഫിനറ്റ്ലി റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഇന്ത്യയിൽ. കാരണം ഇപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, തെറ്റാണ്, അത് വളരെ വളരെ എന്താ പറയേണ്ടത്, ഇൻഡീസൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ പേരിലൊരു FIR ഇടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായൊരു എന്താ പറയേണ്ട ഒരു ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ളൊരു സ്ട്രീക്കാണ് കാണിക്കുന്നത് ഗവൺമെൻറ്റ്സും അല്ലെങ്കിൽ കോടതികളും. എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഡെമോക്രസിയിൽ സ്ഥാനമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഡിസഗ്രി ചെയ്യാം ഒരാളിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അയാളുടെ മോഡിൽ നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം. ആ ഡിസഗ്രിമെൻറ്റ്സ് വളരെ ശക്തമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അത് അയാളുടെ കരിയറിനെ ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളുടെ എല്ലാ വാതിലുകളും അടയ്ക്കുന്നതിലൂടെയോ അല്ല അത് പ്രകടിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ അത് ചെയ്യാനേ പാടില്ല. ഞാൻ ബേസിക്കലി സെൻസർഷിപ്പിന് വരെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സർട്ടിഫിക്കേഷൻ ഒരു സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ സിനിമയിലെ ഭാഗങ്ങൾ സെൻസർ ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ഡെമോക്രസി ഉണ്ടെന്ന് പറയുന്നതിലൊരാൾ. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ മുരളി ഗോപി മിണ്ടുന്നില്ല എന്ന് പറയുന്നില്ലേ? മുരളി ഗോപി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പോൾ ഐ ആം അഗൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസറിങ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യേതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇത് ശരിക്കും ഡിക്റ്ററ്റോറിയൽ കൺട്രീസിലുള്ള പോലെയുള്ള സെൻസർഷിപ്പാണ്. ആൻഡ് സെൻസർഷിപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അന്നന്ന് അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ ഒരു ആമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവരുടെ റൂൾ ബുക്സ് നോക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ആർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ ആർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ട് തന്നെ സെൻസർഷിപ്പ് റൂൾസിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബോളിവുഡിനുള്ള സെൻസർഷിപ്പ് റൂളല്ല കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലല്ല തമിഴ്നാടല്ല കർണാടകയ്ക്ക്, ഇങ്ങനെ ഓരോ സ്ഥലത്തും വിഘടിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആർട്ടിൻ്റെ കാര്യത്തിൽ അത് വളരെ വളരെ എവിഡൻറ്റുമാണ്. അപ്പോൾ ഐ ആം അഗൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസർഷിപ്പ് ഷുഡ് ബി ഡൺ അവേ വിത്ത്. ബട്ട് സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ കാണണമോ എന്ന് അതിനുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇരുന്നിട്ട് ബാക്കിയുള്ള മനുഷ്യർ ഇത് കാണണമോ എന്ന് സംസാരിക്കുന്നത് ദേവന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. അത് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ദേവന്മാർ അല്ലാത്തടത്തോളം കാലം ഒരാൾക്കും വേറൊരാളുടെ ആർട്ടിനെ കട്ട് ചെയ്യാനോ ഉപദ്രവിക്കാനുള്ള അവകാശമില്ല എന്നാണ്. എൻ്റെ ചുമരിൽ ഒരുപാട് ചിത്രങ്ങളൊന്നുമില്ല, ഉള്ളത് എൻ്റെ അച്ഛൻ്റെ ചിത്രം മാത്രമാണ്. ഇനി എന്ത് വന്നിരുന്നാലും, ഇനിയിപ്പോൾ ജയിലാണെങ്കിലും മറ്റേ കയറാണെങ്കിലും തൂക്ക് കയറാണെങ്കിലും ജയൻ മാപ്പ് പറയൂല എന്നുള്ള ആ ഒരു നമ്മുടെ വട്ടജയൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനമാണ് എനിക്കിവിടെ ഓർമ്മ വന്നത്. അത് എഴുതിയ ആളാണിത് ഇപ്പോൾ സംസാരിച്ചത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ ഫെസ്റ്റിവലിന് പങ്കെടുത്ത സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിവിടെ കേട്ടത്. പക്ഷേ അതാണ് ആളുടെ നിലപാട്. ഇന്ന് ഈ നിമിഷം വരെ പല ആൾക്കാരും മുട്ടിലഴഞ്ഞ് ഇവിടെ കാല് പിടിച്ച് ഷൂ നക്കിക്കൊണ്ട് നടക്കുന്ന സമയത്തും ഇവിടെ ഒരു തരത്തിൽ പോലും ഇദ്ദേഹം ഒരു മറുപടി പോലും അതിനെ തർക്കിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു കാര്യത്തിൻ്റെ അകത്ത് പൃഥ്വിരാജിന് അവാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുന്നു. അതുകൊണ്ട് നാഷണൽ ശ്രദ്ധയിലും ഇൻ്റർനാഷണൽ ലെവലിലേക്കും പൃഥ്വിരാജിന് ഒരു തീവ്രവാദ മുഖം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് അയാളെ ഒതുക്കുക എന്നുള്ളൊരു പരിപാടി പോലെ മലയാള സിനിമയ്ക്കകത്തുള്ള കുറേ അധികം ഗ്യാങ്ങുകൾ വർക്ക് ചെയ്യുന്നു. കാരണം മലയാള സിനിമയ്ക്കകത്തുള്ള അഹങ്കാരിയായിട്ടുള്ള പൃഥ്വിരാജ് ചെയ്തിട്ടേക്കുന്ന എത്ര മോശം സിനിമകളാണ് ഇവർ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വന്തം കഷ്ടപ്പാടിൽ വളർന്നു ഒരുത്തൻ, ആ കഷ്ടപ്പാടിൽ വളർന്നു വരുത്തതിനെ എങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പരിപാടി എവിടെയൊക്കെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ലാലേട്ടനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം പുള്ളിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ശമനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനെ അത് തന്നെയാണ്. പുള്ളിക്കാരൻ ഇനി ആരെയും പിണക്കാനൊന്നും പറ്റത്തില്ല. പുള്ളിക്ക് ആ പുള്ളിയുടെ ലൈഫ് എൻജോയ് ചെയ്യുക, ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും പുള്ളി ആരെയും പിണക്കത്തൊന്നുമില്ല. നമുക്ക് എത്രയോ വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരെല്ലാവരും അതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് എത്ര മുസ്ലിങ്ങളാണോ ഉള്ളത്? ഈ മുസ്ലിം പ്രീണനത്തിനെ കുറിച്ചൊക്കെ പറയാം. എത്ര മുസ്ലിങ്ങളാണോ ഉള്ളത്? ഇതിനകത്ത് ഫണ്ട് ചെയ്തേക്കുന്ന മുസ്ലിമാണോ? ഇപ്പോൾ ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എടുത്തേക്കുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഫണ്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന മുരളി ഗോപിയാണ്. മുരളി ഗോപിയുടെ അച്ഛൻ ഒരു BJP കാരനാണ്. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ BJP കാരനാണെന്നുള്ള രീതിയിലൊക്കെ ഒരു നരേഷൻ വരുന്നുണ്ട്, അറിയില്ല. എനിവേ എന്തായിരുന്നല്ലോ അവർ ഇതിപ്പോൾ പൃഥ്വിരാജ് ഒരു ഹിന്ദുവാണ്. അതുപോലെ ഈ മറ്റേ ഇതിനകത്തുള്ള മോഹൻലാൽ, അദ്ദേഹം നടക്കുന്ന ഒരു പാതയ്ക്കകത്ത് തന്നെ BJP-യുമായിട്ട് വളരെയധികം സഹവാസത്തിലുള്ള ഒരു വ്യക്തിയാണ്. എന്തിനാണ് ഇവരെയൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ എത്രയും മോശമായിട്ടുള്ള അഴിച്ചു വിടുന്നത്? എവിടെയാണ് ഏത് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അജണ്ട പ്രൊപ്പഗാൻഡ സെറ്റപ്പ് എടുത്തിട്ടുള്ളത്?
ഓക്കെ, വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്, വിമർശനങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ബട്ട് അതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഈ ആൾക്കാരൊക്കെ ചിന്തിക്കേണ്ടത് നന്നായിരിക്കും എന്നുള്ളത് തോന്നുന്നു. ഇനി വേറൊരാളുടെ കൊലവിളിയേക്കാം. ശിവജി എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. അതറിയാം. സംഖ്യയാണ്. ഞാൻ സംഖ്യ തന്നെയാണ്. നമുക്കറിയാമല്ലോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ ഇപ്പൊ പ്രശ്നം? അല്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം. തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, ഇനിയും തട്ടും. അത് മുസ്ലിം അല്ലേ എവനായാലും ശരി. അല്ല, തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് തീവ്രവാദികളെ നമ്മൾ ഇനിയും തട്ടു എന്ന് പറഞ്ഞപ്പോൾ ഗർഭസ്ഥ ശിശു തീവ്രവാദിയാണോ? കൊച്ചു കുട്ടികൾ തീവ്രവാദികളാണോ? അവിടെ സ്ത്രീകൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ആൾക്കാർ തീവ്രവാദികളാണോ? തീവ്രവാദികൾ ചെയ്തതിന് തന്നെ ഒരു തെറ്റ്. ഞാൻ തീവ്രവാദികൾ തമ്മിൽ അടിക്കുകയോ ചാവുകയോ ഒക്കെ ചെയ്യട്ടെ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഉള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണമോ വേണ്ടെന്നുള്ള കാര്യം അവരവരുടെ ചിന്തയ്ക്ക് അനുസരിച്ച് വിടുന്നു. പക്ഷേ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? പൃഥ്വിരാജല്ല, ഭരത് ഗോപിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏത് അവരഭിനയിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ? ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഞങ്ങൾ പറയാം. പക്ഷെ വിവരക്കേടാവരുത്. ആളുകൾ ചിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ട് പൃഥ്വിരാജ് IS ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ട് സാമാന്യ ബുദ്ധിയൊക്കെ വേണ്ടവരും വിമർശനം പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുകയും ചെയ്യും. അതറിയാം, അത് ശിവജി പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം. ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ഉള്ളത് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും. പിന്നെന്താ അതിനെന്താ കുഴപ്പം? സംഖ്യയൊക്കെ എന്താ വല്ല കുറവുണ്ടോ? സംഖ്യ സംസാരിച്ച് ആരെ ചോദിക്കാൻ? ശിവജി സംഖ്യ ആരാ ചോദിക്കാൻ? പുള്ളി ഒരേ സമയത്ത് മാസ് കാണിക്കുന്നു, അതേ സമയത്തുള്ള ആളുടെ പരിപാടി എത്ര മോശമായിട്ട് അയാൾ പറയുന്നുണ്ടെന്നുള്ള കാര്യം. ഇനി MT രമേശ്, സിനിമയല്ലേ, സിനിമയെ കാണാം. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിൽ ഇറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രം. അത്രയാണോ ഇത് മെച്യൂർ റിപ്ലൈ എന്ന് പറഞ്ഞ? ഇതാണ് സത്യം പറഞ്ഞ. അല്ലാണ്ട് ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ പിണറായി വിജയനെ മറ്റേതുണ്ടല്ലോ, തിരുവാതിരക്കളി, അതുപോലെ തന്നെ കറുത്ത മാസ്ക്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനടക്കം ഇഷ്യൂ. പക്ഷെ എന്നിട്ട് എങ്ങനെയാണ് ആ പുള്ളിക്കാരൻ അവിടെ പോയി ആ സിനിമ കണ്ടത്? നിങ്ങൾ കണ്ടതല്ലേ? കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളൊരു മെയിൻ ആയിട്ടൊരു അറിയുന്നത് ആരാണ്? സത്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഈ പടം പൊളിക്കാൻ വേണ്ടി വ്യാജ പ്രിന്റ് ഇറക്കിയ കുറെ സൈബർ സംഖ്യകളുണ്ടല്ലോ. നിങ്ങൾ പാർട്ടിക്കാർ ഇതെങ്ങനെ പടം പൊളിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ വ്യാജ പ്രിന്റുകൾ ഇറക്കി അത് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അവരാണ് സത്യത്തിൽ ഇപ്പോൾ കഴിയുന്നത്. കാരണം കട്ട് ചെയ്ത് അടുത്ത ആഴ്ച വരുന്ന പടം ഉള്ളപ്പോൾ ഇവിടെ വ്യാജ പ്രിന്റ് നിങ്ങൾ ഇപ്പോൾ ഉള്ള മുഴുവൻ പടത്തിൽ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ആളുകൾ എന്തായാലും അത് കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കരയുന്നത് ആരാണെന്ന് അറിയാം. പിന്നെ ഇത് നിങ്ങളുടെ എന്തോ മഹത്വ വിജയമാണെന്നൊക്കെ പറഞ്ഞാൽ കുറെ സൈബർ അണികൾ കുറെ ചീത്ത വിളിച്ചു, ഈ സിനിമാക്കാരെ ചീത്ത വിളിച്ചു. നിങ്ങളുടെ കയ്യിൽ ഭരണകൂടത്തിന്റെ ഈ കോലുള്ളതുകൊണ്ട് ആ കോല് വെച്ച് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ വഴങ്ങി. അതല്ലാതെ നിങ്ങൾ ഏത് പോരാട്ടം നടത്തിയിട്ട് എന്ത് വിജയം നടത്തിയെന്നാണ് നിങ്ങളിവിടെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ശ്രീ RV ബാബു വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാര്യം പറയേണ്ടത്, ഇവിടുത്തെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സെൻസർ ബോർഡ് അംഗങ്ങൾ കിഴങ്ങന്മാരായിരുന്നു എന്ന് RV ബാബു പറയണം. കാരണം എന്താ? നിങ്ങളുടെ സെൻസർ ബോർഡ് അംഗങ്ങളല്ലേ. മഹേഷ് വെറും കിഴങ്ങനാണ്. ആ ഹരിയസ് കത്തയുടെ ഭാര്യ കഴിവില്ലാത്ത ആളാണ്. ഈ റോഷ്നി എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു ബുദ്ധിയില്ലാത്ത ആളാണ്. ആ ബോംബെയിലിരിക്കുന്ന നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ആ സെൻസർ ബോർഡിന്റെ ചെയർമാൻ യാതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നുകൂടി RV ബാബു പറയണം. കാരണം അവർ കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് സർ ഈ എമ്പുരാൻ സിനിമ പുറത്തിറങ്ങിയത്. ഇല്ലെങ്കിൽ പറയണം അവർ കണ്ട സിനിമയല്ല ഇപ്പോൾ ഇറക്കിയേക്കണമെന്ന് പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. ഓക്കെ, അത് ഇരുത്തിക്കൊണ്ട് തന്നെ പുള്ളിക്കാരനോട് ഇത് ചെയ്യുന്നതാണ്. നമ്മൾ അതിലൊന്നും ഇല്ല. ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ചെയ്തേക്കുന്നൊരു റിവ്യൂ ഉണ്ട് കഴിഞ്ഞ ദിവസം. அது எல்லா மலையாளிகளும் வந்து கேட்டிருக்கிறது நന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് கேட்டு നോക്കാം. மண்ணுக்குள்ள முழுகும் அப்படின்லாம் சொல்லியிருக்காங்க. ஏங்க அந்த அளவுக்குலாம் வந்து கேரளா கவர்மெண்ட் அலர்ட்டாக அப்படியே வந்து, ஏன்னா அதை பண்ணியிருந்தாங்கன்னா வயநாட்டில் வந்து சரியாக பண்ணியிருக்கணும். വയനാട്ടിൽ வந்து அவ்வளவு தூரம் வந்து அஃபீஷியல்ஸ் அலர்ட் பண்ணியும் அதை கண்டுக்காம போய் தான் அவ்வளோ பெரிய ട്രാജഡി നടന്നിരിക്കുന്നത്. ഇത് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അകത്തോട് പുള്ളിക്കാരൻ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിനകത്ത് കൊണ്ടുവന്നതിനകത്ത് അവർക്ക് ചെറിയ വിമർശനമുണ്ട്. പക്ഷേ അത് ആ വിമർശനത്തിൻ്റെ തന്നെ പുള്ളി വളരെയധികം പറയുന്നുണ്ട്. ആ വിമർശനത്തിന് എങ്ങനെയാണ് ഞാനത് ഉന്നയിക്കുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. മറ്റുള്ള ഈ നമ്മുടെ ചൂരൽമല നടന്ന കാര്യമൊക്കെ പറയുന്നു. அப்படிங்கிறப்போ இதையெல்லாம் வந்து எந்த மக்களுமே ஏற்றுக்க மாட்டான். அது மலையாள மக்கள், தமிழ் மக்களும் மக்கள் தாங்க. இங்கெல்லாம் மலையாளிகளும் தமிழனும் அண்ணன் தம்பியாக தான் உள்ள வாழ்றாங்க. நீங்கள் வந்து சில பேர் அதுக்குள்ள இருக்கிற சில பேர் நீங்கள் குப்பை கொண்டு வந்து கொட்டினாலும் சரி, இல்லை மெடிக்கல் வேஸ்ட் கொண்டு வந்து கொட்டினாலும் சரி, நாயில் கொண்டு வந்து உள்ள விட்டாலும் சரி, என்ன பண்ணிங்கனாலும் சரி, நாங்கள் வந்து மலையாளிகளை வந்து பார்த்தீங்கன்னா அண்ணன் தம்பியாக தான் பார்க்குறோம். இங்கே இருக்கிற நிறைய தமிழர்கள் அங்கே இருக்கிறாங்க, அங்கே இருக்கிற நிறைய மலையாளிகள் இங்கே இருக்கிறாங்க. அப்படிங்கிறப்போ முல்லை பெரியாருங்கிறது உங்களுக்கு மட்டுமான பிரச்சனை இல்லை, எங்களுக்கும் தான்.
ஒரு மலையாளி சகோதரர் வந்து அந்த டேம்னால வந்து ஏதோ முழுகிறா இல்லை வந்து பார்த்தீங்கன்னா அவனுக்கு உயிருக்கு அச்சுறுத்தல் அப்படின்னா இங்கே பார்த்துட்டு சிரிக்கிற அளவுக்கு வந்து பார்த்தீங்கன்னா சகோதரத்துவம் இல்லாத மனிதர்கள் நம்ம கிடையாது. தமிழர்கள் வந்து பார்த்தீங்கன்னா அவன் நல்லா இருக்கானா இல்லையோ அடுத்த வீடு வந்து நல்லா இருக்கு அப்படின்னு பார்க்குறவங்க அவங்களுக்கு தெரியும். அப்படியெல்லாம் வந்து எந்த டேமையும் விட்டுற மாட்டாங்க. அப்படி பிரச்சனைனா தமிழன் தான் முதல்ல வந்து இல்லையா இது தேவையில்லை அப்படின்னு சொல்றது மலையாளிகளோட தமிழ் தான் முதல்ல சொல்லுவோம். இதை சொல்லி விரும்புறேன். ஆனால் இப்போ நான் விஷயம் இருக்கா, இப்போ எனக்கு ஒரு விஷயம் பிடிக்கல, பிருத்திவிராஜ் எடுத்த இந்த இது ப்ரொபகண்டா நான் நினைக்கிறேன், இது எனக்கு பிடிக்கல. அப்படிங்கிறப்போ என்னோட கருத்தை தான் நான் சொல்ல முடியும். அதை விட்டுவிட்டு நீங்கள் வந்து அதை சொல்லியிருக்காருல அதை வந்து நீங்கள் கட் பண்ணுங்க. சென்சார் ஆன படம் இது, சென்சார் ஆயிடுச்சு. எதுக்கு சென்சார் போர்டுன்னு இருக்குது? அப்போ எல்லாம் அப்ரூவ் பண்ணி சென்சார் பண்ணி கொண்டு வரது மக்களுக்கு கொண்டு வரது தான். இன்னைக்கு இந்த படம் ரீசென்சர் ஆக போகுது. இன்னைக்கு வந்து மோகன்லால் சார் இப்போ ஒரு அரை மணி நேரத்துக்கு முன்னாடி அப்பாலஜி, அதாவது வந்து பார்த்தீங்கன்னா ஹேஸ் ஐம் சஃபரிங் ஃப்ரம் ஃபீவர் சார், அதனால வந்து சார் நான் வந்து அப்பாலஜி கேட்டுக்கிறேன், இது சில பேர் புண்படுத்தி. என்னையா புண்படுத்துச்சு? புண்படுத்தலையே. மோகன்லால் சார் அதை பண்ணியிருக்கிறது ரொம்ப ரொம்ப தப்பு அப்படின்னு சொல்கிறேன். அந்த கேரளா மக்களுக்கு இணைக்கப்பட்ட அநீதின்னு நினைக்கிறேன் நான். ஏன்னா ഇത് പുള്ളിക്കാരൻ വളരെയധികം ഇതായിട്ട് പറയുന്നതാണ്. ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരൻ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നതാണ്. അതിനകത്ത് പറഞ്ഞത് ഇപ്പം മോഹൻലാൽ ആണെങ്കിലും ഇതിൻ്റെ ടീമാണെങ്കിലും ഇതിനകത്ത് എന്തിനാണ് നിങ്ങളത് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? എനിക്കും ഇതിനകത്തൊരു വിമർശനമുണ്ട്, അത് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റണമെന്ന് ഞാൻ പറയത്തില്ലെന്നാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരാളും പറയത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിലനിൽക്കവേ എന്തിനാണ് നിങ്ങളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അത് മുട്ടുമടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, ഞാനല്ല. கேரளா மக்கள் மேலே வந்து இந்த சின்ன சின்ன விஷயங்களா இருந்தாலும் கேரளா மக்களை எங்கே ரொம்ப பிடிக்கும்னா பயங்கர மரியாதைக்காரர்கள். அந்த செக்குலரிசத்தை உண்மையாக கடைபிடிக்கிற ரொம்ப சில மாநிலத்தில் கேரளா ஒன்று. அவ்வளோ அட்டகாசமாக எல்லாரும் வந்து பார்த்தீங்கன்னா சரிசமாக உட்காந்து பேசுறதுக்கான ஒரு சரியான இடம் കേരള. കണ്ടോ, നമ്മുടെ സെക്കുലറിസത്തിന് മുറുകെ പിടിക്കുന്ന ഒരു നാടാണ്. അതിൽ നമ്പർ 1 കേരളം എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലുള്ള ചാനലുള്ള ഒരാൾ പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ തരത്തിലാണ് നമ്മൾ അവർ കാണുന്നത്. அப்படி வந்து அந்த அட்மாஸ்பியர் வச்சிருக்கிறப்ப வந்து பார்த்தீங்கன்னா ஒரு வடக்குல இருந்து சம்மந்தமே இல்லாத ஒரு ஆள் வந்து பார்த்தீங்கன்னா உள்ள வந்து பெனிட்ரேட் பண்ணி கபலீகரம் பண்றாங்க அப்படின்னா ஒரு கட்சி அதை பற்றி அவங்க படம் எடுத்திருக்காங்க. பிருத்திவிராஜ் எடுத்துக்கிற விஷயம் என்ன, குஜராத்தில் நடந்த கலவரத்தை வந்து எடுத்திருக்காரு, அதில் இருக்கிற உண்மை எடுத்திருக்காரு. அதில் வந்து சிறுபான்மையர் முஸ்லீம்கள் வந்து பார்த்தீங்கன்னா அவங்க வீடுகள் சூறையாடப்பட்டு அவங்க வாழ்க்கையில் சூறையாக்கப்பட்டு அந்த பெண்கள் வந்து மனவங்கப்படுத்தப்பட்டு அவர் நரகமாகப்பட்டது உண்மையா பொய்யா? உண்மை தானே? அதை தான் எடுத்திருக்காரு. உடனே ஏன் அந்த சைடு எடுக்கல? இந்த ரயிலை பற்ற வச்சது யாரு, ரயில ஓட்டுனவர் யாரு? எனக்கு என்ன புரிதலோ அதை நான் படமா எடுக்கிறேன். உனக்கு ஒரு புரிதல் இருக்குது அப்படின்னா நீ ஒரு படமா எடு, எது சேவல் விடு. അതല്ലേ അതിന് ന്യായം? ഇപ്പോൾ ഒരാൾ ഒരു സംഭവം എടുത്തു, അതുകൊണ്ട് നീ എന്താ ആ സൈഡ് എടുക്കാത്തത്, ആ സൈഡ് എന്താ പറയാത്തതെന്ന് പറയുമ്പോഴേക്കും അതിനൊരു അപ്പുറത്തൊരു സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് എടുക്കില്ലേ, എടുക്കാൻ പറ്റത്തില്ലേ? ഒരാൾ ഒരു ചരിത്രം ഇപ്പം നമ്മുടെ ചതിയൻ ചന്തുവിനെ കുറിച്ചൊക്കെ നമ്മൾ ചതിയനായ ചന്തു എന്നാണ്. അതുപോലെ തന്നെ MD യുടെ 2-ാം ഊഴം, എല്ലാത്തിനും 2-ാം ഊഴം. നമ്മുടെ ഈ ചില ആൾക്കാർക്ക് അതുവരെ കൊടുക്കാത്തൊരു സ്പേസ് രണ്ടാമത് കൊടുത്തുകൊണ്ടുള്ള പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ശരിയെന്നുള്ളതല്ല, അത് അവരുടെ കാഴ്ചപ്പാട്. ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് ഇന്നത് എടുക്കണമെന്നുള്ള കാര്യം അയാളുടെ ക്രിയേറ്റീവ് സ്പേസ് ആണ്. ആ ഒരു സാധനം എടുക്കുന്നത് ചിലപ്പോൾ അയാളുടെ പൊളിറ്റിക്സ് തന്നെ ആയിരിക്കാം, മറ്റേ സൈഡ് കാണിക്കാത്ത അയാളുടെ പൊളിറ്റിക്സ് ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുത അല്ല എന്നുള്ളതല്ല. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു വസ്തുതയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ പുറകെ പോകേണ്ടി വരും. അതിനകത്ത് ഈ പറഞ്ഞ എന്തിനാണ് കർഷകർ അയോധ്യയിലേക്ക് പോയെന്നടക്കം അതിന് മുമ്പുള്ള കാര്യങ്ങൾ, ചരിത്രാതീത കാലം മുതലുള്ള നടക്കുന്ന തർക്കങ്ങൾ, ഇതടക്കം നമ്മൾ സംസാരിച്ച് പോകാൻ പറ്റൂ. അതൊക്കെ അപ്പോൾ സിനിമയുടെ ടോണും അതിൻ്റെ പ്ലോട്ട് മാറത്തില്ലേ, അതിൻ്റെ ജോണറേ മാറത്തില്ലേ? എപ്പിക് മൂവി വേറെ തരത്തിലേക്കൊക്കെ പോകില്ലേ? ക്ലാസിക് അത് വേറെ ഒരു സാധനമാണ്, അതല്ലല്ലോ. ഹിസ്റ്റോറിക്കൽ എപ്പിക് ഒന്നും അല്ലല്ലോ ഇത്. സോ ആ ഒരു തരത്തിലുള്ള സിനിമ അല്ല. അപ്പം മറ്റ് സൈഡ് അതർ സൈഡുള്ള ആൾക്കാർക്ക് അത് എടുക്കാം, അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ കാര്യങ്ങൾ പറയാം. ரெண்டையும் பார்த்து மக்கள் என்னன்னு புரிஞ்சுக்கிட்டோம். இப்படி அவுரங்கசீப் பற்றி படம் எடுக்கல, யாராவது சொல்றாங்களா? அதனால எங்க இருந்தாலும் கூட தெரியாது. ஆனால் இருந்தானா என்னன்னு கூட அதெல்லாம் 500 வருஷத்துக்கு முன்னாடி. அதை இன்னைக்கு ஒரு பர்டிகுலர் விஷயம் கொண்டு வந்து நீ வந்து பார்த்தீங்கன்னா ஒரு போலரைஸ் பண்ணணும்னு நீ நினைக்கிறீல்ல? இது 20 வருஷத்துக்கு முன்னாடி நடந்த விஷயம். இந்த போலரைஸ் பண்ணணும் கூட நினைக்கல. அந்த உண்மையை எடுத்துக்கொண்டு வந்து மக்களுக்கு கொடுக்குறாரு, அதோட வலியை மக்களுக்கு புரிய வைக்கிறார். இப்போ ஒரு இஸ்லாமியர் வந்து பார்த்தீங்கன்னா ஒரு சில விஷயத்தை ஏன் பயங்கரமாக எதிர்க்கிறான், ஏன் அவன் கடுங்கோமம் கொள்றான் அப்படின்னா ஒரு ஜென்ரலாக பார்த்தா புரியாது. சும்மா கோபம், அவன் அவ்வளோ அனுபவிச்சிருக்கான், அவனுடைய இனம் அழிக்கப்பட்டிருக்கு, நிறைய இடங்கள்ல வந்து வேரோடு அழிக்கிறதுக்கு ட்ரை பண்ணியிருக்காங்க. அப்போ അവൻ കടുങ്കോപം കൊള്ളുறான். അപ്പോൾ അത് ഏൻ ഈ പറയുന്ന അദ്ദേഹവും ഒരു ഹിന്ദു ആണെന്നുള്ള കാര്യം ആർജവത്തോടെ തന്നെ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ മൊത്തം നിങ്ങൾ പോയി കാണണമെങ്കിൽ തമിഴ് സിനിമ റിവ്യൂ എന്ന് പറഞ്ഞിട്ടാണ്, എമ്പുരാൻ എ ഹാർട്ട് ഫെൽറ്റ് റിവ്യൂ ബൈ പ്രശാന്ത് എന്നാണ് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. തമിഴ് സിനിമ റിവ്യൂ എന്ന ചാനലിൻ്റെ പേര്. 8.27 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ് സംസാരിക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ വേറൊരു ജാതിയിലോ മതത്തിൽപ്പെട്ട ആളെ, ഞാനും ഒരു ഹിന്ദു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എല്ലാ ഹിന്ദുത്വത്തിൻ്റെയും അട്ടിപ്പേർ അവകാശം പിന്നെ പ്രത്യേക സംഘടനകൾക്കോ മതസംഘടനകൾക്കോ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇടയിൽ ക്രിസ്ത്യാനിയിൽ അല്ലെങ്കിൽ ഹിന്ദുവിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ സിഖിൽ പാഴ്സിയിൽ എല്ലാ മതത്തിനകത്തും എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അഥവാ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട് തീവ്രമായിട്ടുള്ള ആൾക്കാർ, എക്സ്ട്രീം ലെവലുള്ള ആൾക്കാർ. ഈ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വൈകാരിക തലം വളരെ ഉയരത്തിലാണ്. അത് എന്ത് കാര്യത്തിനകത്ത് മറ്റൊരു തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ സൈഡ് ചിന്തിക്കാതെ അവൻ എങ്ങനെയെങ്കിലും അടുക, ഇവനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അസഹിഷ്ണുത വരിക എന്നുള്ള കാര്യമാണ്. ദാറ്റ്സ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു അടിമത്വമാണ് ആ സാധനം.
സോ അവിടെയാണ് ശരിക്കും പറഞ്ഞ ഫാസിസം എന്നുള്ള സാധനം വരുന്നത്. കാരണം മറ്റൊന്നിനെയും അംഗീകരിക്കത്തില്ല, ഇവൻ പറയുന്നത് മാത്രം ശരിയെന്നുള്ള കാര്യം അംഗീകരിക്കുന്ന ഒരു മനോഭാവം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങി, അയാളുടെ ഒരു സ്പേസ് ആണ്, ക്രിയേറ്റീവ് സ്പേസ് ആണ്, അതിനെ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, കാണാതിരിക്കാം, നിങ്ങൾക്ക് താല്പര്യം ബഹിഷ്കരിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കരുത്, ഇങ്ങനെയുള്ള ഒരു കാര്യം പബ്ലിക്കിൻ്റെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു നറേഷൻ നിങ്ങളുടെ സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇറക്കുക. അല്ലാതെ എമ്പുരാൻ സിനിമയാണോ എല്ലാത്തിൻ്റെയും ഇനി കാലാകാലങ്ങളിൽ എല്ലാത്തിൻ്റെയും റിസോഴ്സസ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ചരിത്രം അറിയാൻ വേണ്ടി എമ്പുരാൻ സിനിമയാണോ ആൾക്കാരെടുത്ത് നോക്കുക? ഇല്ല, ആ ഒരു മണ്ഡലത്തിലൊന്നും ആരും ചെയ്തില്ല. സോ എന്തായിരുന്നാലും ഇതാണ് കാര്യങ്ങൾ. മുരളി ഗോപിയും പറഞ്ഞു, മല്ലികാ സുകുമാരനും പറഞ്ഞു, അതുപോലെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരടക്കം പറഞ്ഞു, ഈവൻ മമ്മൂക്ക അടക്കം ഇതിനകത്ത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.